ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന വന്നയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം, ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 46-ാമത് തിരുവചനത്തിൽ യെരിഹോവിൽ ഇരുന്ന് ഭിക്ഷയാചിക്കുന്ന തിമയുടെ മകനായ ബർത്തിമായി യേശു വരുന്നു എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ ആവശ്യം യേശുവിനോട് പറയാൻ നിലവിളിക്കുകയാണ്. അവൻ്റെ നിലവിളിയുടെ ശബ്ദം അമർച്ച ചെയ്യുവാൻ പലരും നോക്കിയെങ്കിൽ അവൻ അത്യധികം ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്. യേശു അവൻ്റെ നിലവിളി കേട്ടിട്ട് അവനെ വിളിപ്പാൻ കൽപ്പിക്കുകയാണ്. അവനവനോട് ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു. പ്രിയ സ്നേഹിത, പ്രിയ മിത്രമേ, ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് മറുപടി നൽകാൻ യേശു ഇന്ന് നിങ്ങളുടെ വിഷയത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ സമൂഹം അഗതിയുടെയും നിലവിളിക്കുന്നവൻ്റെയും കഷ്ടത അനുഭവിക്കുന്നവൻ്റെയും ഒക്കെ നിലവിളികൾ പൊത്തിക്കളയാൻ ശ്രമിക്കുമ്പോൾ, ചെവിക്കൊള്ളാതിരിക്കുമ്പോൾ, അവഗണിച്ചു കളയുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുന്ന ഭക്തന്റെ നിലവിളി ദൈവം കേട്ട് അവന് മറുപടി നൽകുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളുടെ വിഷയത്തിന്മേൽ മറുപടി നൽകാൻ യേശു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. യേശു വന്നാൽ അത്ഭുതം, യേശു തൊട്ടാൽ അത്ഭുതം, യേശു കണ്ടാൽ അത്ഭുതം, യേശു ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതം, യേശു ഇന്ന് നിന്നാൽ അത്ഭുതമെന്ന് ബർത്തിമായുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ, തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ആരൊക്കെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിച്ചിട്ടുണ്ടോ അവരൊക്കെ അത്ഭുതം കണ്ടിട്ടുണ്ട്, അവരൊക്കെ ദൈവിക വിടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ യേശു ശക്തനാണ്. അതുകൊണ്ട് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, യേശുവിൻ്റെ പക്കൽ സമർപ്പിച്ചാൽ അതിന്മേൽ ഉത്തരമുണ്ടാകും. അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി തരുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം, നമ്മുടെ ശബ്ദമുയർത്തി കർത്താവിനോട് നിലവിളിക്കാം. നമ്മുടെ നിലവിളി കേട്ട് അവൻ നമുക്ക് വേണ്ടി നിന്ന് നമ്മുടെ വിഷയത്തിന്മേൽ മറുപടി നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ, ആദരിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ദൈവ തിരുമുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ നമ്മെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല, കൈവിടുന്ന ദൈവമല്ല, മറക്കുന്ന ദൈവമല്ല. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, മിത്രമേ, നിന്നെ അനുഗ്രഹമാക്കുവാൻ, അത്ഭുതമാക്കുവാൻ, വിടുതലാക്കുവാൻ ദൈവത്തിന്റെ കരമുണ്ട്. ദൈവ തിരുമുഖത്തേക്ക് നോക്കാം, വിശ്വാസത്തോടെ യാത്ര തുടരുക. ഗോഡ് ബ്ലസ് യു ഓൾ.